ബാങ്ക് വിളിയെ പരിഹസിക്കുന്ന സ്വഭാവത്തിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് പരാതിക്ക് ആധാരം. ഇതെങ്ങനെയാണ് മതസ്പർദ്ധ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് കണ്ടു കളയാം. എന്തായാലും ഇത് വീഡിയോ വീണ്ടും കാണാനുള്ള സുവർണാവസരമാണല്ലോ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. യുക്തിവാദി നേതാവ്, ഈ യുക്തിവാദിയുടെ ഏത് നേതാവ്? ആരിഫ് ഹുസൈൻ തെരുവത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ എന്താ സംഭവം എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം വാർത്ത. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. മതസ്പർദ്ധയുണ്ടാക്കുന്നു, യുക്തിവാദി നേതാവ് ആരിഫ് ഹുസൈൻ തെരുവത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ബാങ്ക് വിളിയെ പരിഹസിക്കുന്ന സ്വഭാവത്തിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് പരാതിക്ക് ആധാരം. കൊച്ചി. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രൂപത്തിൽ നമസ്കാരത്തിന് മുമ്പുള്ള ബാങ്ക് വിളി അധിക്ഷേപിച്ച യുക്തിവാദ നേതാവ് ആരിഫ് ഹുസൈനാണ് ഹൈക്കോടതിയിൽ ഹർജിയിൽ പോയിരിക്കുന്നത്. പരാതി ഓക്കെ മീൻസ് എതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്തത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇത് നമ്മളിവിടെ പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ കേസ് വന്നതെന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയാറുണ്ട് ഈ ബ്ലാസ്ഫമി നിയമങ്ങൾ അത് നിലനിൽക്കുന്നത് എങ്ങനെയാണ്, അത് ഇന്ത്യയിൽ എങ്ങനെയാണ് വെള്ളം ചേർത്ത് അടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിവിടെ പറയാറുണ്ട്. അതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസിൽ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്ത ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. മലപ്പുറം ഒതുക്കങ്ങൾ സ്വദേശി മൊയ്തീൻകുട്ടി. മൊയ്തീൻ കായ്, നിങ്ങളാണല്ലേ പരാതി കൊടുത്തത്? സന്തോഷം. അഭിഭാഷകൻ VK റഫീഖ് മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. റഫീഖ്, അസ്സലായി അലക്കും. പിന്നെ ഇസ്ലാമിക ഇനി അസ്സലായി അലക്കും എന്ന് പറഞ്ഞതിനെതിരെ കേസ് കൊടുക്കുമോ? ഈശ്വരാ കത്തോളേ, പറയാൻ പറ്റൂല, ഇമാനല്ലേ ടീം. ഇസ്ലാമിക ആചാരമായ ബാങ്ക് വിളിയെ പരിഹസിക്കുന്ന സ്വഭാവത്തിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് പരാതിക്ക് ആധാരം. ആരിഫ് ഹുസൈൻ തെരുവത്തിനെതിരെ മത അവഹേളനത്തിന് ക്രിമിനൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ നേരത്തെ പോലീസിനെ സമീപിച്ചിരുന്നു. കോട്ടക്കൽ പോലീസ്, DYSP, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ല. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഹർജിയിൽ പ്രോസിക്യൂഷനോട് കോടതി വിശദീകരണം തേടി. നിലവിൽ പരാതിയിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ പോലീസിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിശ്വാസികളെ അവഹേളിക്കുന്നതിനും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതുമായ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റുകൾക്കെതിരെ നേരത്തെ ഈരാറ്റുപേട്ട സ്വദേശി NM നിയാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ഈ കക്കൂസ് പൊളിച്ച ആരും ജയിലിലൊന്നും പോകാറില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ കക്കൂസ് പൊളിച്ച് നമ്മളെ ഇതേപോലെ തൂക്കാൻ വേണ്ടി നടക്കുന്ന കാര്യം ഇപ്പോൾ നാട്ടിൽ പാട്ടാവുന്നുണ്ട്. നാണം ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹുവിനെ തോപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കൂ, അതല്ലേ വേണ്ടത്. എന്താണ് യാ അല്ലാഹ്, നമ്മളെ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഇതേപോലെ തകർക്കുന്ന, ഇനി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയെ അവഹേളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കേസ് കൊടുക്കരുത് കേട്ടോ. ഇസ്സത്തിനെ അവഹേളിക്കുന്ന തരത്തിൽ പ്രാർത്ഥന നടത്തി ആരിഫ് ഹുസൈനെതിരെ ആഞ്ഞടിക്കണമേ, കൊടുങ്കാറ്റ് വീശണമേ, സുനാമി ഉണ്ടാക്കണേ എന്നൊക്കെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ. ഒരു ഇടിമിന്നൽ വിടണമേ, ഒന്നുമില്ലെങ്കിൽ ആട്ടർച്ചിയിൽ വിഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊടുക്കണേ എന്നെങ്കിലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും. നമ്മളെ മുഹമ്മദിനെ കൊന്നമാതിരി അതെങ്കിലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ, അതല്ലേ വേണ്ടത്. ഏതെങ്കിലും ഒരു ജൂത സ്ത്രീയെ ഒന്ന് പറഞ്ഞയക്കൂ എൻ്റെ പടച്ചോനെ എന്നൊക്കെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ, അതല്ലേ വേണ്ടത്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പ്രാർത്ഥനയിലൊന്നും വിശ്വാസമില്ലേ? ഇപ്പം എന്താണ് ഇങ്ങനെ പോലീസിൻ്റെ പിന്നാലെയും കോടതിയുടെ പിന്നാലെയൊക്കെ പോകണം? നാണം മോശം വയ്യ. പോട്ടെ, സാമൂഹിക സ്പർദ്ധയുണ്ടോ? ഇതെങ്ങനെ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കേട്ടോ. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എവിടെ പോയി? റെഡ് ടെക്സ്റ്റ് അതെ. പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ കോടതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. അന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റുകൾ ഹർജികൾ വാദം പരിശോധിച്ച കോടതി ആരിഫ് ഹുസൈനെ നോട്ടീസ് അയച്ച് വിശദീകരണം ചോദിച്ചിരുന്നു. ഓക്കെ, അതൊക്കെ ശരിയാണ്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഈരാറ്റുപേട്ട പോലീസും കോടതി അറിയിച്ചു. ഇതോടെ പോസ്റ്റുകൾ നീക്കം ചെയ്യാമെന്ന് ആരിഫ് ഹുസൈൻ കോടതി അറിയിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അത് ഒരു വോട്ടിംഗ് എന്നിട്ട സാധനമായിരുന്നു. ആ വോട്ടിൻ്റെ പരിപാടി കഴിഞ്ഞാണ് വേണമെങ്കിൽ നീക്കിയേക്കാം എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. സാധനമൊക്കെ ബാക്കിയുള്ള സാധനമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്, അതിന് ശേഷമുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടതി ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളവിടെ മാപ്പ് പറയുകയോ അഞ്ചാതി സാധനമൊന്നുമില്ല. നമ്മൾ ഒരു ടൈം ബൗണ്ടായിട്ടൊരു വോട്ടിൻ്റെ ഒരു സാധനം ഇടുന്നു, അത് അവർക്ക് വിഷമം ഉണ്ടാക്കി എന്ന് അറിഞ്ഞു, ഇനി അതിന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേണ്ടി ഓക്കെ നമ്മളങ്ങ് മാറ്റിയേക്കാം, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ അത് നമ്മൾ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ കോടതി നമ്മളോട് മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലോ മാറ്റിയതല്ല. നമ്മൾ മാറ്റിയേക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞാണ്, നിങ്ങൾക്ക് സമാധാനമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏതായാലും ഇനി ബാങ്ക് വിളിയുടെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ ബാങ്ക് വിളിയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ ബാങ്ക് വിളി ഒന്ന് കേട്ട് കളയാം ആദ്യം. അതല്ല അതിൻ്റെ ഒരു ഇത് തുടക്കത്തിൽ ഒരു വഴിക്ക് പോകുമ്പോൾ അതല്ലേ അതിൻ്റെ ഒരു കീഴ്വഴക്കം. എന്തു പറയുന്നു? നമുക്ക് ബാങ്ക് വിളിയാണ് കേട്ട് കളയാം. ബാങ്ക് വിളി നമുക്ക് കേട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെ ഡിങ്കബാങ്കാണ് കാര്യം. ഇനിയിപ്പോൾ സൗദി സുഗണൻ്റെ പാട്ടൊക്കെ വരാൻ കിടക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കണേ. ഓക്കെ,
ഇതെന്താണ് ഈ ബാങ്കിൽ പറയുന്നത്? ഇത് നമ്മളൊന്ന് കേൾക്കണ്ടേ? ബാങ്ക് വിളി കേട്ടിട്ട് നമുക്ക് പറയാം. അഷ്ഹദു അന്ന മിതുമുയ റസൂലുദിൻകാ ഹയ്യ അലാ ഫ്രീ തിങ്കിങ് ഹയ്യ അലാ ഫ്രീ തിങ്കിങ്. ഇവിടെ ചോദിച്ച മാതിരി ബാങ്ക് വിളി വെച്ച്, അതും പാരഡി ബാങ്ക് വെച്ച് ഡാൻസ് കളിച്ചതിന് യുവതി അറസ്റ്റിൽ എന്ന് പറഞ്ഞ് നടക്കും. പിന്നെ പേടിക്കണ്ട, ഇത് പർദ്ദയിട്ട് കളിക്കണത് തന്നെ ആരാന്നൊരു പിടിയില്ല. പർദ്ദ കൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോഴാണ് അത് മനസ്സിലാവണേ. പർദ്ദയിട്ട് പാടിയാൽ മതിയായിരുന്നു. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വരികളാണ്, കേൾക്കൂ. പേടിക്കണ്ട, മീനിങ് വരും ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഓരോരോ വരികളായിട്ട് നമുക്ക് കേട്ടു പോകണം. വളരെ മഹത്തമായ ചില വളരെ വലിയ അർത്ഥങ്ങൾ ഉള്ള, അർത്ഥതലങ്ങളുള്ള ഒരു സാധനമാണ് നമ്മൾ കേട്ടത്. ഡിങ്ക ബാങ്ക് എന്ന് നമ്മൾ വിളിക്കും. ഈ ഡിങ്ക ബാങ്കിനെ അവഹേളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ബാങ്ക് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചൊരു കേസ് കൊടുക്കണം. അതാണ് ഞാൻ പറയാം. ഡിങ്ക ബാങ്കിനെ അവഹേളിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് ബാങ്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കേസ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതാണ് ഞാൻ നമ്മളെ വക്കീലിനോട് ഒന്ന് സംസാരിക്കാനിരിക്കുകയാണ്. നോക്കട്ടെ, എന്തായാലും അതായിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. പോട്ടെ, എന്തായാലും മതസ്പർദ്ധ അതാണല്ലോ നമ്മൾ ഇതിനകത്ത് ഒന്ന് പരിശോധിക്കേണ്ടത്. പോലീസിൽ അതിന് മുന്നേ ഈ കാര്യം ഒന്ന് പറയാം. അതായത് നമ്മൾ 295A 153 എന്നൊക്കെ പറയുന്ന സെക്ഷൻ, ഇതൊക്കെയായിരുന്നു ഇവിടെ മുന്നേ ഉണ്ടായിരുന്നത് നമ്മളുടെ IPCയിൽ ഉണ്ടായിരുന്ന സമയത്ത്. പിന്നെ അതിപ്പോൾ നമ്മളുടെ പുതിയ ഈ BNS ഭാരതീയ ന്യായ സംഹിത വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇപ്പോൾ പുതിയ രീതിയിലാണത് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് ഈ ഒരു മാറ്റത്തിൽ. ആ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന IPCയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് FIR ഇടുക എന്ന് പറയുന്നത് കുറേ കൂടി എളുപ്പമായിരുന്നു ഈ തരം കേസുകളിൽ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ പോലീസുകാർക്ക് ഒരു ഇനീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് അവരിപ്പോൾ ചിലപ്പോൾ ഈ ഡിങ്ക ബാങ്ക് കേട്ടുകയാണ്. ആ കേൾക്കുന്ന കൂട്ടത്തിൽ ഇത് ബാങ്ക് അറിയുന്ന വല്ല സുലൈമാനോ വല്ല അബൂബക്കറൊക്കെ ഉണ്ടാവുമല്ലോ. അവർ വിളിക്കും, മോനെ ഒന്ന് ഇതൊന്ന് കേൾക്ക്. SI വിളിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ CA വിളിക്കുന്നു. എന്നിട്ട് ഇതൊന്ന് കേൾപ്പിച്ച് കൊടുക്കുകയാണ്. ഇതെന്താ ഇപ്പോൾ ഈ ചങ്ങായി പറയുന്നത്, ഈ ആരിഫ് ഹുസൈൻ തരുവത്ത് എന്തായി പറയുന്നത്, ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അയാളെ വിളിക്കുന്നു. എന്നിട്ട് അത് കേൾപ്പിക്കുകയാണ്. അപ്പോൾ കേൾപ്പിക്കുന്ന സമയത്ത് പരാതിക്കാരൻ കൊടുത്തിരിക്കണം എന്താണ്, അവഹേളിച്ചു, മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. ഓക്കെ, അവഹേളിക്കുകയും മതസ്പർദ്ധ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഡിംഗ ബാങ്ക് നമുക്കൊന്ന് കേട്ട് കളയാം എന്ന് ആ പോലീസുകാരൊന്ന് തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ പോലീസുകാർ ഈ സാധനം ഒന്ന് പ്ലേ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഞാൻ പറയുന്നു, അത് കേട്ട് കഴിഞ്ഞാൽ ഏത് കൊലകൊമ്പൻ ജിഹാദി പോലീസാണെങ്കിലും ശരി, അയാൾ ഈ ബാങ്ക് കേട്ട് കഴിയുമ്പോൾ ഇത് കൊള്ളാലോ ബാങ്ക്, ഇങ്ങനെയായിരുന്നു നമ്മുടെ മുസ്ലിങ്ങളുടെ ബാങ്ക് എന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായേനെ എന്നല്ലേ പറയുള്ളൂ. സത്യത്തിൽ അങ്ങനെയല്ലേ പറയേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് ചൊറിഞ്ഞു പൊട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ കുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജാതി കുരുവായിരിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം നിയാസിൻ്റെ കുരു നമുക്കറിയാം. അത് പുള്ളിക്ക് ഇസ്ലാമിനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറയാനില്ലാതെ വന്നപ്പോൾ നമ്മളൊരു വോട്ടിന് ഒരു സാധനം ഇട്ടു. എന്താണ് ഇട്ടത്? നിങ്ങൾക്ക് ഏത് മതവിമർശനം കേൾക്കുമ്പോഴാണ് കൂടുതൽ കുരു പൊട്ടുന്നത് എന്നത് അറിയാൻ വേണ്ടിയിട്ടൊരു സർവേ. അതിൻ്റെ ഭാഗമായിട്ട് 3 ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു. അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു സാധനം, മുഹമ്മദ് നബിയെ കുറിച്ചൊരു സാധനം, പിന്നെ ഹിന്ദു മതത്തിനെ കുറിച്ചൊരു സാധനം. ഈ 3 സാധനം, ഹിന്ദു മതം ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 2 സാധനമാണ് ഇട്ടതെന്നാണ് എൻ്റെ ഓർമ്മ.
ഓക്കെ, 2 ഉസ്താദുമാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഒന്ന് നമ്മളുടെ നുപൂർ ശർമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും, പിന്നെ ഒന്ന് എന്താണ് ഏതൊരു ഹക്കീമി, ഏതൊരു ചങ്ങാതി പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് പിഴച്ചു പറ്റ യേശു എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി വെച്ചു. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ ഇതിൽ ഏത് കേൾക്കുമ്പോഴാണ് വിശ്വാസികൾക്ക് കുരു പൊട്ടുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാനിട്ട്, അതായത് തേർഡ് പാർട്ടി റിപ്പോർട്ടിംഗ് ആണ് ഈ സാധനം ഇട്ടത്. ഇത് വെച്ചിട്ട് വോട്ടിങ്ങിന് ഇട്ടപ്പോൾ ഇത് ഈ പറയുന്ന കുരുക്കൾക്ക് മനസ്സിലാവുന്നില്ല, ജിഹാദി കുരുക്കൾ അപ്പം തന്നെ പൊട്ടി. എന്നിട്ട് അവർ നേരെ അപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ ക്രിസ്ത്യാനിറ്റിയെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് കുരുപൊട്ടി, എന്നാൽ ക്രിസ്ത്യാനികളാരും കേസ് കൊടുത്തില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് കുരു പൊട്ടിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ പെട്ടിട്ടുള്ള ഈ ജിഹാദി കുരുക്കൾ അവിടെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തു. ഇന്നിപ്പോൾ അവരവിടെ കിടന്ന് എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ രാജ്യത്ത് അങ്ങനെ മതനിന്ദ എന്ന് പറഞ്ഞിട്ട് ശിക്ഷിച്ചതിൻ്റെ ഒരു ചരിത്രമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ അന്നം മുട്ടിക്കാനൊക്കെ വരും. ഇപ്പോൾ എൻ്റെ ഒരു ഫോൺ അവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ പഴയ ഫോൺ ഐഫോൺ അതവിടെ ഇരിക്കുകയാണ്. അതിപ്പോൾ എന്തായാവോ, എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു സാധനത്തിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു കാരണം നമ്മൾ പറയുന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നമ്മൾ പറയുന്നു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നതിൽ അതിനെ നിങ്ങൾ ഉയർത്തി വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫ്രീഡം ടു ഒഫൻഡ് അതും കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം പറയുക എന്നുള്ളത് വരുമ്പോൾ ദർ ഇസ് നോ ഫ്രീ സ്പീച്ച് ദർ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ളൊരു ഫ്രീഡം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വിഷമം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സാധനം പറഞ്ഞു കഴിയുമ്പോൾ അൺലെസ് അതൊരു എന്തെങ്കിലും ഒരു കൊല്ലട ചവിട്ടട എന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനങ്ങൾ അല്ലാതിരിക്കുക. അതായത് നോ ഹെയ്റ്റ്, നോ വയലൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്. ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. അറബിയിലുള്ളത് മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നമുക്കിപ്പോൾ കോടതിയിൽ പോയിട്ട് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഏതായാലും നമ്മളവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്തോളൂ, അത് വിഷയമുള്ള കാര്യമില്ല. ചിലപ്പോൾ ഫണ്ട് വേണ്ടി വരും, അപ്പോൾ ഞാൻ പിരിവായിട്ട് വരാം, അപ്പോൾ നിങ്ങൾ ബക്കറ്റിലിട്ട് തന്നാൽ മതി. അത് നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ന്യായ സംഹിത വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് പോലീസുകാർക്ക് തന്നെ അവരുടെ ഒരു ഘട്ടത്തിൽ തന്നെ ഇതിനൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് ഇത് FIR ഇടേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുക എന്ന് പറയുന്ന ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അത് തന്നെ ഇത്തരം മതനിന്ദാ കേസുകളുടെ പേരിലുള്ള അനാവശ്യമായിട്ടുള്ള കേസുകൾ എടുക്കുന്നത് ഇന്ന് വളരെ കുറയുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ അക്കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു മുന്നോട്ടൊരു സാധനം വെച്ചതിൽ BJP ഗവൺമെൻറ്റിന് നമ്മൾ വീണ്ടും ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടി വരികയാണ്. കാരണം ഇതാണ്, അപ്പോൾ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ആലോചിക്കുകയാണ്, ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ അവരെ ഹിന്ദുമത സാധനം പൊക്കി വെക്കുന്ന ആളുകൾ എന്നൊക്കെ പറയും. എന്നിട്ട് മതനിന്ദ കൂടുതൽ ഇൻഡയറക്ട്ലി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഈ നിയമത്തെ മാറ്റുകയും ചെയ്യുമ്പോൾ അത് രണ്ടും കൂടി അങ്ങോട്ട് യോജിക്കുന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറയേണ്ടി വരുന്ന അവിടെയാണ്. സത്യത്തിൽ ഇത് ഇസ്ലാമിന് പാരയും ആ ഹിന്ദുമത വിശ്വാസികൾക്ക് പാരയാണ്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് പാരയാണ്, എല്ലാ മതവിശ്വാസങ്ങൾക്കും പാരയാണ് ഈ നിയമം. പക്ഷേ ഇത് ആരാ ചെയ്തത്? നിങ്ങൾ ആരോപിക്കുന്ന ഏറ്റവും വലിയ ഹിന്ദുത്വവാദികളാണ് ഈ സാധനം ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ മതനിന്ദ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അതിന് പേരിലുള്ള നിയമങ്ങളെ കൂടുതൽ വെള്ളം ചേർക്കുന്ന പണിയാണ് സത്യത്തിൽ ഇവിടുത്തെ BJP ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഗുണമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം BJPയുടെ ഒത്താശയോട് കൂടിയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് വേണമെങ്കിൽ എക്സ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. പിന്തുണ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. അപ്പോൾ പിന്തുണ കിട്ടിപ്പോയി പിന്തുണ കിട്ടിപ്പോയി എന്ന് പറയുന്നത് ഇതാണ് ആ പിന്തുണ. അപ്പോൾ ഈ സാധനം ഇതാണ്. അപ്പോൾ പോലീസുകാർ, ഞാൻ ഇവിടുത്തെ ഫോഴ്സിനെ ഞാൻ കളിയാക്കുന്നൊന്നുമില്ല. അവരവരുടെ ജോലി വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നൊരു കൂട്ടമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒറ്റയും തെറ്റയും ഒക്കെ ആയിട്ട് അതിനകത്തുള്ള എറേഴ്സ്, അതിനകത്തുള്ള ബാഡ് ആപ്പിൾസ് എല്ലാത്തിലും കാണും എന്ന് പറയുന്ന പോലെ ഇതിനകത്തും കാണും. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഫോഴ്സിലെ ആളുകളും നമുക്ക് ഈ പറയുന്ന ഒരു ബാക്ക് സപ്പോർട്ട്, ഈ എന്താ പറയുക, നമ്മളുടെ സെക്യൂരിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന ഫ്രിവിലസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നതിനായിട്ടാണെങ്കിലും അവരെടുക്കുന്ന നിലപാടുകൾ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയാം. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈ നാടിൻ്റെ ഒരു സംവിധാനം അത് തകർന്നു പോകാതെ നോക്കേണ്ട ബാധ്യത അതെല്ലാവർക്കും ഉണ്ട്. പൊതുജനങ്ങൾക്കുണ്ട്, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കുണ്ട്, നമ്മളെപ്പോലുള്ള ആളുകൾക്കുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വിശ്വസിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ട്. പിന്നെ ഡിങ്ക ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ സ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്പർദ്ധ എന്താണ്? സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്ന സാധനം എന്താണ്? ഇപ്പോൾ ഇതിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഡിങ്കാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിങ്കനാണ് വലിയവൻ, അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് വലിയവൻ അവർ പറയുന്നു. അതേ അവകാശം നമുക്കില്ലേ? നമ്മളുടെ സ്പൂഫ് ദൈവമല്ലേ ഡിങ്കൻ എന്ന് പറയുന്നത്? അപ്പോൾ വക്കീലും അതുപോലെ ജഡ്ജിയും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ജഡ്ജസ് പ്ലീസ് നോട്ട് ഇതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറയാണ്. എഡിറ്റേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ജഡ്ജസ് പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് നാളെ ഒന്ന് റിലീസ് ചെയ്തോളൂ. എന്താണ് ഈ ഡിങ്ക ബാങ്ക് എന്ന് പറഞ്ഞ സാധനം എന്നുള്ളത്? അപ്പോൾ ഇത് ജഡ്ജിമാർക്ക് വേണ്ടി വെറുതെ സമയം കളയരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പാരഡി ഗാനങ്ങളെ ഇറക്കാൻ പാടില്ല, അത് മൊത്തത്തിൽ നിരോധിക്കണം. എന്നാൽ പിന്നെ ഞാനും ഇത് ഡിലീറ്റ് ചെയ്തോളാം.
എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പാരഡി ഗാനം പാടും, അത് അള്ളാഹുവിനെതിരെയുള്ള പാരഡി പാടില്ല, അല്ലെങ്കിൽ ബാങ്കിന് പാരഡി ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കുഴപ്പമാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നാട് വിടും, എന്നിട്ട് എവിടെയാണ് ഇരുന്ന് ഇത് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഇരുന്നത് പറയാൻ മാത്രമല്ല, ഇന്ത്യ ഫ്രീ സ്പീച്ച് അനുവദിക്കുന്ന ഒരു രാജ്യമല്ല എന്നുള്ള കാര്യം ലോകത്തോട് ഞാൻ വിളിച്ച് പറയും. അതാണ് ഉണ്ടാവുക. ഇന്ത്യയെ നാണം കെടുത്തും അത്തരം ഒരു നീക്കം ഇവിടെ ഉണ്ടായാൽ എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. പാരഡി ഇറക്കാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളിൽ പാരഡി പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അപ്പോൾ ഇവിടെ രാഷ്ട്രീയ ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാരഡി ഇറക്കാറില്ല, എന്തെല്ലാം കാര്യങ്ങൾ പണ്ടൊക്കെ എന്തെല്ലാം മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാധനം ഉണ്ടായിട്ടില്ലേ? അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ ഏതെല്ലാം ദൈവ സങ്കല്പങ്ങളെ നിങ്ങൾ ഇതേപോലെ കളിയാക്കിക്കൊണ്ട് ഈ പാരഡികൾ ഇവിടെ ഇറക്കുന്നു. എന്താണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ തന്നെ പല സാധനങ്ങൾ അതിനെയൊക്കെ കോമഡി ആക്കിയിട്ട് നിങ്ങൾ പറയാറില്ല. അഹം ഡിങ്കാസ്മി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര ആളുകൾ നടക്കുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഉടനെ ആരെങ്കിലും ഇവിടെ ഹിന്ദുക്കൾ പോയിട്ട് അത് അഹം ബ്രഹ്മാസ്മിയെ അവഹേളിച്ചു എന്നും പറഞ്ഞിട്ട് ആരും ഇവിടെ കേസിനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതൊരു ഫ്രീ സ്പീച്ചുള്ള സൊസൈറ്റിയിൽ ഫ്രീഡം ടു ഒഫൻഡ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ സ്പീച്ച് ഇല്ല, അത് മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയാം. ഇതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ കോടതികൾക്കുണ്ട്, ഇവിടുത്തെ ഈ സംവിധാനങ്ങൾക്കുണ്ട്. അവരത് ഉയർത്തി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ ഇസ്ലാമിക ബ്ലാസ്ഫമി ലോ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ ഒരു ഇൻഡിറക്റ്റ് ആയിട്ടുള്ള വഴി വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം അത് നോൺ കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്ലാസ്ഫമി ലോ ആയിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയുക. ബ്ലാസ്ഫമി ലോക്കെതിരെ നമ്മൾ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുകയും എന്നിട്ട് ഇതുപോലുള്ള സാധനങ്ങൾക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബ്ലാസ്ഫമി ലോ ഇറ്റ് സെൽഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഡിങ്കാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അക്ബർ എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുള്ളതുപോലെ ഡിങ്കൻ എന്ന എൻ്റെ സ്പൂഫ് ഗോഡിന്, ആ ഗോഡിന് ഒരു ഇതുപോലെ ഒരു വലിയവനാണ് എന്ന് പറയാനുള്ള, വലിയവൻ എന്താണ് അക്ബർ എന്ന് പറഞ്ഞാൽ വലിയവൻ, ഡിങ്കൻ വലിയവനാണ് എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഞാനതാ ചോദിക്കുന്നത്. ഡിങ്കൻ വലിയവനാണ്, എന്താണ് അതിലൊരു സംശയമുള്ളത്? നിങ്ങൾക്ക് അള്ളാഹു വലിയവനായ പോലെ എനിക്ക് ഡിങ്കൻ വലിയവനാണ്, എന്താണ് സംശയം? ഏതായാലും ഈ പാട്ട് ഇറക്കിയ സമയത്ത് ഞാൻ എന്തെങ്കിലും ഇതൊരു സാധനം വരുമെന്ന് ഞാൻ വിചാരിച്ച ആളാണ് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. ഏതായാലും ഇപ്പോഴാണ് എനിക്കത് സമാധാനം. ഏതാണ്ട് ഒരു വർഷം ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇത് നമ്മൾ ഇറക്കിയിട്ട്. ആയോ? എന്തായാലും കൊള്ളാം. അതിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴാണ് ആ സാധനം നമ്മൾ വിചാരിച്ചു കൊടുത്ത് വന്നത്. അപ്പോൾ സംഭവം എന്തായാലും ഈ പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇത് കൂടുതൽ ചർച്ചയാവുകയാണ് ചെയ്യുക. കൂടുതൽ ആളുകൾ ഈ ഒരു എന്താണ് ഇതിനകത്തേക്ക് നമുക്ക് എന്താണ് ചർച്ചയാവാനും കൂടുതൽ ആളുകൾ ഇത് കാണാനുള്ളൊരു വഴിയായിട്ട് ഇത് മാറുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വിശ്വാസികൾ ഇത് അറിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ ഡിങ്കാഹു അക്ബർ. ഇനി അടുത്തത് അത്ര മ്യൂസിക്കലായിട്ടുള്ള ഒരു റോസ്റ്റിംഗ് ആദ്യമായിട്ടായിരിക്കും. പാട്ടിനെയൊക്കെ റോസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ എനിക്ക് വയ്യ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ ഡിങ്ക. എന്താണ് അതിൻ്റെ അർത്ഥം? എത്ര വലിയൊരു പ്രഖ്യാപനമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അഷ്ഹദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്ത്? ലാ ഇലാഹ ഇല്ലാ ഡിങ്ക, ഡിങ്കനല്ലാതെ വേറൊരു ദൈവമേ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാം, അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള പോലുള്ളൊരു അവകാശം ഡിങ്കനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറയാനുള്ളൊരു അവകാശം എനിക്കില്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. പോലീസുകാരെ കേൾക്കൂ, വക്കീലെ കേൾക്കൂ, നമ്മളെ ജഡ്ജിമാരെ കേൾക്കൂ. ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ അവകാശം എനിക്കുണ്ട്. ഡിങ്കനാണ് ഏറ്റവും വലിയവൻ, ഡിങ്കനല്ലാതെ വേറെ ദൈവമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അത് ഞാനിവിടെ പറയും. അടുത്തത് അഷ്ഹദു അന്ന മീട്ടുമുയൽ റസൂലുള്ള. റസൂൽ ഡിങ്ക, സോറി, അപ്പം അള്ളാന്ന് പറഞ്ഞാൽ കുടുങ്ങി പോയേനെ, മുഹമ്മദ് നബീനെ അവളിച്ചു എന്ന് പറഞ്ഞേനെ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? അപ്പോൾ അഷ്ഹദു ലാ ഇലാഹ ഇല്ലാ ഡിങ്ക, ഡിങ്കനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് ഞാൻ സാക്ഷി പറയുന്നത് പോലെ തന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്ത് ഇവിടെ പറയുകയാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത്? അതായത് മീട്ടുമുയൽ അല്ലാതെ, മീട്ടുമുയൽ എന്ന് പറയുന്ന ആ ഒരു ജന്തു ഈ പറയുന്ന ഡിങ്കൻ്റെ ഒരു പ്രവാചകനാണ്, റസൂലാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നും കൂടിയാണ് ഈ പറയുന്ന സാധനത്തിൽ അവിടെ ആരിഫ് ഹുസൈൻ തെരുവത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, അത് പറയാനുള്ള അവകാശമില്ലേ? ഡിങ്കൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു കഥാപാത്രമല്ലേ ഈ ബാലമംഗലത്തിലെ മീട്ടുമുയൽ? അപ്പം മീട്ടുമുയൽ അവിടെ ഉണ്ടായിരിക്കെ, മീട്ടുമുയൽ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രവാചക തുല്യനായ ഒരു റസൂലാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അപ്പം മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുന്നത് പോലെ
ഇവിടെ മീട്ടുമോയൽ ഡിങ്കൻ്റെ പ്രവാചകനാണ് എന്ന് പറയാൻ എന്താണ് ഇവിടെ ഒരു തടസ്സം? അതങ്ങനെയാണെങ്കിൽ അതങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. അത് അറബി പറഞ്ഞതുകൊണ്ടാണോ ഇനിയിപ്പോൾ പ്രശ്നമായത്? എന്താണ് അറബി പറഞ്ഞ അള്ളാഹുവിന് വല്ലാതെ ചൊറിഞ്ഞു പൊട്ടും എന്നുണ്ടെങ്കിൽ അത് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇത് മലയാളത്തിലേക്ക് ആക്കിക്കോളാമേ ബാങ്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇതാണ് കാര്യം. ഇനി അടുത്ത വരികൾ, അടുത്തതാണ് ഏറ്റവും കൂടുതൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, ഫ്രീ തിങ്കിങ് എന്താണ് ഇതിൻ്റെ അർത്ഥം? മതസ്പർദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കവിഞ്ഞൊരു മതസ്പർദ്ധ വേറെയില്ല. ഫ്രീ തിങ്കിങ്ങിലേക്ക് കടന്നു വരൂ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കൂ എന്ന് പറയുന്നതാണ് ഇവിടെ വലിയ തെറ്റായിട്ട് പറയുന്നത്. ആണോ എൻ്റെ പൊന്നു വക്കീലെ? ആണോ എൻ്റെ ജഡ്ജ്? എൻ്റെ ജഡ്ജി അദ്ദേഹം അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. സ്വതന്ത്ര ചിന്ത, ഹയ്യ അല ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫ്രീ തിങ്കിങ്ങിലേക്ക് കടന്നു വരൂ എന്ന് പറയുന്നത് ഒരു വലിയൊരു തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞേക്കാട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക, ഒരു അടിമ മനോഭാവത്തോടു കൂടി ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ശരി. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഐ എം ഫൈൻ. നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പൂർണ്ണമായിട്ടും തയ്യാറാണ് എന്ന് ഞാനിപ്പോൾ തന്നെ അറിയിക്കുകയാണ്. നിങ്ങൾ കാണിച്ചു തരാം ഇതിലേത് സെൻറ്റൻസാണ് പ്രശ്നം എന്ന് പറഞ്ഞു തന്നാൽ അപ്പം തന്നെ എൻ്റെ എല്ലാ വീഡിയോയിലും തുടക്കത്തിലും അവസാനത്തിലും ഈ സാധനം ഉണ്ടാവും. എല്ലാത്തിൽ നിന്നും ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കിക്കോളാം. ഓക്കെ, വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള സംവിധാനമൊക്കെ നമുക്കുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞു തരണം. പക്ഷേ ഇതിലേതാണ് പ്രശ്നം, ഏത് വരിയിലാണ് ഈ മതസ്പർദ്ധ, ഏത് വരിയിലാണ് ഈ കുഴപ്പം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ അപ്പം ഞാൻ എല്ലാത്തിനെയും കുത്തിയിരുന്ന് ഞാൻ മുറിച്ച് മാറ്റുമേ. 10,000-2000 വീഡിയോ മുറിക്കാനുണ്ടാവും, എന്നാലും പോട്ടെ, എഡിറ്റർമാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും വെച്ച് കുത്തിയിട്ട് തച്ചിന് വെച്ചിരുന്നിട്ട് മുറിക്കാൻ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതാണ് കഥ. അപ്പോൾ ഹയ്യ അല ഫ്രീ തിങ്കിങ്, നിങ്ങൾ സ്വതന്ത്ര ചിന്തയിലേക്ക് വരൂ എന്ന് പറയുന്നത് ഒരു വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇസ്ലാം പൊളിയും, അതായിരിക്കും കാര്യം. അടുത്തത് എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല, മതസ്പർദ്ധയുടെ ഒരു ഭാരം എന്ന് പറയുന്നത്. ഹയ്യ അല സയൻറ്റിഫിക് ടെമ്പർ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ സാധനമാണ്. 51 AH ജഡ്ജി അദ്ദേഹം പ്ലീസ് നോട്ട്, അതുപോലെ വക്കീൽസ് പ്ലീസ് നോട്ട്, സയൻറ്റിഫിക് ടെമ്പർ അതിലേക്ക് കടന്നു വരൂ എന്നാണ് പറയുന്നത്. അത് നമ്മൾ ആർട്ടിക്കിൾ 51 AH എടുത്ത് വെച്ച് വായിക്കൂ. അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്, ആർട്ടിക്കിൾ 51 AH എന്താ എഴുതി വെച്ചിരിക്കുന്നത്, അതും കൂടി നമുക്ക് കാണണ്ടേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ട് പോവാം, കണ്ടിട്ട് ചീരണിയും കഴിച്ചിട്ട് നമുക്ക് പോവാം, കല്യാണക്കുറിയും കാണിച്ചിട്ട്. ആർട്ടിക്കിൾ 51 AH. Article 51 AH. It shall be the duty of every citizen of India to develop the scientific temper, humanism and the spirit of inquiry and reform. അപ്പോൾ പാരഡി ഗാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു റിഫോമാണ്. ഓക്കെ, നിങ്ങൾ പഴയ സാധനങ്ങളൊക്കെ ഉടച്ചു വാർത്ത് പുതിയതുണ്ടാക്കുക, പോട്ടെ, അത് ഞാൻ പറയുന്നില്ല, വളച്ചൊടിക്കുന്നില്ല. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഹയ്യ അല ഫ്രീ തിങ്കിങ്, ഹയ്യ അല സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 51 AH ആണ് ഈ പറയുന്നത്. എന്താണത്? അതായത് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 51 AH ജഡ്ജി അദ്ദേഹം പ്ലീസ് നോട്ട്, ആർട്ടിക്കിൾ 51 AH എന്താണ് അതിൽ? സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് ടെമ്പർ. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പറിലേക്ക് വരൂ എന്ന് അറബിയിൽ പറഞ്ഞിട്ട് വലിയ കുഴപ്പമാണോ? ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഉണ്ണി. പിന്നെ ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. ആ സ്പിരിറ്റ് ഓഫ് എൻക്വയറിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? അതായത് ഈ പറയുന്ന ഈ ഫ്രീ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സാധനം. ഇത് ഇത്ര വലിയ കുഴപ്പമാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. എൻ്റെ പൊന്ന് ജഡ്ജി അദ്ദേഹം മാപ്പാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇതാണ് കഥ. അപ്പോൾ 51 AHൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു കവിത അല്ലെങ്കിൽ ഒരു പദ്യം നമ്മൾ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ എഴുതുന്നു, എന്നിട്ട് അത് ബാങ്ക് പോലെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നു, എന്നിട്ട് നമ്മൾ അതിനൊരു അറബി വാക്കുകൾ അതിനകത്ത് ഉപയോഗിക്കുന്നു. അതൊരു വലിയ കുഴപ്പമായിട്ട് മാറുന്നു. അത് മതസ്പർദ്ധ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇതെന്തപ്പോൾ കഥ? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും ഇതാണ് കഥ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഈ ബാങ്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അർത്ഥമൊക്കെ ഇനി ശരിക്കും പഠിച്ചിട്ട് കല്യാണക്കുറിയും കാണിച്ചിട്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് നമ്മളെ കാക്കാമാർ. അടുത്തത് പാട്ടിനെ റോസ്റ്റ് ചെയ്യൽ കൊള്ളാം. أشهد أن
മതസ്പർദ്ധടാ, മതവൈര്യംടാ, മതസ്പർദ്ധടാ. ബ്ലാസ്ഫമി. അപ്പൊ ഇതാണ് കഥ. ഓക്കെ, അപ്പോൾ ഏതായാലും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ പിടി. അതുകൊണ്ട് ജഡ്ജസ് പ്ലീസ് നോട്ട് ആർട്ടിക്കിൾ 51AH പ്രകാരമുള്ള സംഗതികൾ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ള ആർട്ടിക്കിൾ നിങ്ങൾക്കറിയാം, ഫ്രീ സ്പീച്ച് അതുപോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഫ്രീഡം ടു ഒഫൻഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുക എന്ന് പറയുന്നതല്ല ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും പറയേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭാഷയിലും ചിലപ്പോൾ പറയേണ്ടതായിട്ട് വരും, ചിലപ്പോൾ അറബിയിലും പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ആലോചിക്കണത് ഇപ്പോൾ അൽഫഹമ്മദില്ല എന്ന് പറയുന്നത്, അൽഫഹമ്മദില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരിഫ് ഹുസൈനെതിരെ കേസ്. ആഹാ, അടിപൊളി. പിന്നെന്താണ് ഔദു ബിഡിംഗനാഹി മിനൽ ലുട്ടാപ്പി റജീം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരിഫ് ഹുസൈനെതിരെ കേസ്. അടിപൊളി. മറ്റേത് ബിസ്മിൽ ഡിംഗനാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരിഫ് ഹുസൈനെതിരെ കേസ്. അസ്സലായി അലക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരിഫ് ഹുസൈനെതിരെ കേസ്. അസ്സലായി ഞമ്മളും അലക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരിഫ് ഹുസൈനെതിരെ കേസ്. ഇനി എന്തെല്ലാം കേസുകൾ നമ്മൾ കാണാൻ കിടക്കുന്നു. തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബാങ്കിൽ നിന്ന് തുടങ്ങി, ഇനി അസ്സലായി അലക്കുമിൽ തുടങ്ങി, പിന്നെ അസ്സലായി ഞമ്മളും അലക്കിന്ന് തുടങ്ങി, പിന്നെ ബിസ്മിൽ ഡിംഗനാഹിൽ തുടങ്ങി, അവളത് ബിഡിംഗനാഹിൽ തുടങ്ങി, പിന്നെ അങ്ങനെ പിന്നെ എന്താണ് സുബ്ഹാനെ തള്ളട, അതുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു സാധനമുണ്ട്, സുബ്ഹാനെ തള്ളട. വേറൊരു സാധനം ഉള്ളത് എന്താണ്, വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ, മറന്നു. പോട്ടെ, ഇതൊക്കെയാണ് കഥ. ഓരോന്ന് വരുമ്പോഴല്ലേ പറയേണ്ട ആ ഘട്ടം, ആ കോണ്ടെക്സ്റ്റ് വരുമ്പോഴേ നമുക്ക് സാധനങ്ങൾ വരുള്ളൂ, അപ്പോഴേ തലയിലേക്ക് വരുള്ളൂ. ഇതാണ് കഥ. എന്തായാലും ഇതിൻ്റെയൊക്കെ പേരിൽ ഇനിയിപ്പോൾ കേസുകൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഏതായാലും വിശ്വാസികൾ ഇതൊന്നും കാണുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, വിശ്വാസികൾ കാണുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിശ്വാസികൾ കാണട്ടെ, കണ്ടിട്ട് അവർ കുരുപൊട്ടുമ്പോൾ അവർ കൂടുതൽ വായിക്കട്ടെ, കേൾക്കട്ടെ, പഠിക്കട്ടെ, കേസിന് പോകട്ടെ. അപ്പോൾ കോടതിയിൽ നിന്ന് വരട്ടെ കാര്യങ്ങൾ. ഇതന്നെയാണ് അതിൻ്റെ വഴി. ഏതായാലും കൈകാല് വെട്ടുന്നില്ല, വലതുവശത്തുനിന്നും ഇടതുവശത്തുനിന്നും ഒന്നും ഇങ്ങനെ മാറി മാറി വെട്ടുന്ന പരിപാടിയൊക്കെ നിർത്തിവെച്ച്, അല്ലെങ്കിൽ ഇതേപോലെ എന്താണ് അക്രമത്തിലേക്ക് തിരിയാതെ ഇതുപോലെ കോടതി നിയമം അതിൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ട് തെറ്റും ശരിയും തിരിച്ചറിയാനും അതല്ലെങ്കിൽ കണ്ടെത്താനുമുള്ള ആ ഒരു വഴികൾ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് എനിക്കുള്ളത്. അത് ഞാനിവിടെ അറിയിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നോൺ വയലൻ്റ് ആയിട്ടുള്ള ഇത്തരം രീതികളിലൂടെ പോയിട്ട് നിങ്ങൾ അതിനകത്തൊരു വഴി കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പിന്നെ കോടതി വിധികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തും നിങ്ങൾ സ്വീകരിക്കുന്ന ആളുകളാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ചേലാക്രമത്തിൻ്റെ കോടതി വിധിയിൽ ഞാൻ അവിടെ തോറ്റ് തുന്നം പാടിയപ്പോൾ നിങ്ങൾ ആഘോഷിച്ചത്. കോടതി കണ്ടില്ലേ, ആരിഫ് ഹുസൈനെ തൂക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സന്തോഷിച്ചതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കോടതി വിധികളെ നിങ്ങൾ എപ്പോഴും മാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ഈ സന്തോഷമൊക്കെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആ വിഷയം ഒന്നും ഇവിടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. പിന്നെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.